ഓം ഭുവനേശ്വരി നമ. ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പദവിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് തൊഴിൽ നിലനിൽക്കവേ തൊഴിൽപരമായ, വ്യാപാരപരമായ, സാമ്പത്തികപരമായ, ബിസിനസ് സംബന്ധമായ ഭീഷണി നേരിട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ എല്ലാവർക്കും തൊഴിലുണ്ടാകാം, പക്ഷെ ആ തൊഴിൽ നിലനിൽക്കുമ്പോൾ തന്നെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി ഉണ്ടാകാം. ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാം, അത് നഷ്ടമാകുമോ, അത് പൂട്ടിക്കെട്ടേണ്ടി വരുമോ, സാമ്പത്തികമായി വലിയൊരു പരാജയം സംഭവിക്കപ്പെടുന്ന ഒരു ഭീതി ഒരു മനുഷ്യനുണ്ടാകാം. അവര് അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ മുൻതിരുത്തിക്കൊണ്ടായിരിക്കും, മുന്നിൽ വരുന്നൊരു ഭാഗത്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കപ്പെടുന്നത്. ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളെ സമീപിക്കാറുണ്ട്. നമ്മൾ ഈ നിലനിൽക്കുന്ന ജോലിയിൽ തന്നെ നിന്നാൽ മതിയോ, അതോ നമ്മൾ ഭീഷണി നേരിടുമോ? കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ആശങ്ക എന്ന് പറയുന്നതല്ല, അവർ പലതരത്തിലുള്ള ബാധ്യതകൾ അവർ തലമുണ്ടൽ എടുത്തു വെച്ചിരിക്കുക. വീടിന്റെ, വാഹനത്തിന്റെ, പിള്ളേരുടെ എഡ്യൂക്കേഷൻ, അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി, അങ്ങനെ പലതരത്തിൽ അവർക്ക് ബാധ്യതകളായിരിക്കും. തൊഴിലൊരു പ്രൊട്ടക്ഷൻ ഇന്ന് ഈ ജീവിതത്തിൽ ഇന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ സർക്കാർ ജോലി ആയാലും മറ്റേത് ജോലിയായാലും, വിദേശ ജോലിയായാലും, ഏത് ജോലിയായാലും, സ്വന്തമായിട്ട് ബിസിനസ് ആയാലും, ഇതൊരു ഭാഗ്യത്തിന്റെ കളിയാണ്. എപ്പോഴും ഒരു മിറക്കിൾസ് ആണ്. എപ്പോൾ നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വീക്ക് ടൈം നമ്മളെ ബാധിക്കപ്പെടും, ഒരു ബ്രേക്കിംഗ് കാലമാണ്. അതിപ്പോൾ ഏത് മേഖല എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ താറുമാറാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം, കുടുംബ ബന്ധമുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസവും തോന്നും. കാരണം നമുക്കറിയാം, ഇപ്പൊ ഈ വലിയ സ്വപ്നങ്ങളോടുകൂടി വിമാനം കയറിയ ഒരുപാട് പേര് ഒന്നിച്ച് ഒരു മരണം സംഭവിക്കപ്പെട്ടു ഈ അടുത്ത ദിവസം. അവരുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളാണ് ഒന്നിച്ച് നഷ്ടമാകുന്നത്. പല കുടുംബത്തിൽ, പല തരത്തിൽ, പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ അവരെ ഒന്നിച്ച് തീരുകയാണ്. അവരുടെ വലിയ സ്വപ്നങ്ങളാണ് നടക്കേണ്ടിരുന്നത്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒന്നും ആകാൻ സാധിക്കപ്പെടാതെ ഇങ്ങനെ ചില പരാജയങ്ങൾ, നമ്മുടെ ഇൻസിഡന്റ് നമ്മുടെ ജീവിതത്തിൽ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പ്രൊട്ടക്ഷൻ, തൊഴിൽപരമായ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഇങ്ങനൊരു പ്രശ്നഭാഗം നമ്മൾ അഭിമുഖീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ജാതക ഭാഗപരമായി നമ്മൾ ചിന്തിക്കേണ്ടത് 1, 5, 9, 12 ഭാവങ്ങൾ നോക്കേണ്ടത് അനിവാര്യമാണ്. ഏത് തരത്തിലും നമ്മൾ നോക്കിയാൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതൊക്കെ മുഴുവിക്കാൻ സാധിക്കപ്പെടുമോ എന്നുള്ളൊരു ആയുസ് ബലദൈർഘ്യം ഒരു കൃഷികനെ സംബന്ധിച്ചുള്ള പ്രശ്ന കർത്താവിനെ സംബന്ധിച്ചുള്ള ആയുസ് ബലം നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫലം എന്താണ് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. 1-ാം ഭാവം എന്ന് പറയുന്ന വ്യക്തിയുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില ചീത്തപ്പേരുകൾ, സൽപ്പേരുകൾക്ക് ചീത്തപ്പേര്, അല്ലെ സൽപ്പേരുകൾ നശിക്കപ്പെട്ട ചീത്തപ്പേരുകൾ കേട്ടിട്ട് തൊഴിൽപരമായ നഷ്ടം ഉണ്ടാകാം. ചിലപ്പോൾ അറിയാം, നമുക്ക് ഈ സർക്കാർ ജോലിയൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ അവർക്ക് ഡിസ്മിസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വരാം, നമ്മൾ മാറ്റി നിർത്തേണ്ട അവസ്ഥകൾ ബാധിക്കപ്പെടാം, ആ സ്ഥലത്തുനിന്ന് നമ്മൾ മാറിപ്പോവുക, ചില പേരുദോഷങ്ങൾ കയറുക. അത് 1-ാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ദോഷം നമ്മളെ ബാധിക്കപ്പെടും. 5, 9 ഭാവം, പ്രത്യേകിച്ച് പ്രജ്ഞ, പ്രതിഭ, ബുദ്ധിയും വൈഭവവും പ്രജ്ഞയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ചില അസ്വസ്ഥതകൾ നമ്മളെ ബാധിക്കപ്പെടാം. അത് ബന്ധുക്കളാവാം, സഹോദരങ്ങളാവാം, കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ വഴിയാവാം. ചില കുരുട്ടു ബുദ്ധിയിൽ നമുക്ക് ചില ഭാഗ്യക്കേടുകൾ, ഭാഗ്യനാശം സംഭവിക്കപ്പെടുക. അത് ശത്രുദോഷ സംബന്ധമായിട്ടും വരാം, ക്ഷുദ്രകർമ്മ ഭാഗപരമായിട്ട് വരാം. നമ്മൾ ആ സ്ഥാനത്തിരിക്കരുത് എന്ന് ചിന്തിക്കപ്പെടുന്ന, കൂടെ നിൽക്കുന്ന സഹവാസാഭാഗത്തുള്ള ചില വ്യക്തികളുടെ ചില ദോഷഫലങ്ങൾ കൊണ്ട് ഈ 5, 9 ഭാവം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ പ്രജ്ഞയും പ്രതിഭയും ബുദ്ധിയും വൈഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചില ഭാഗ്യക്കേടുകൾക്കിട വരാം. അത് വൈഭവത്തിന് ചില ദോഷങ്ങൾ സംഭവിക്കപ്പെടാം. അതുപോലെ 12-ാം ഭാവം, പ്രത്യേകിച്ച് ഏത് തരത്തിൽ നമുക്ക് തൊഴിൽപരമായ, സാമ്പത്തികപരമായ നഷ്ടം സംഭവിക്കപ്പെടാൻ പോകുന്നു എന്നൊരു ഭാഗം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. 1, 5, 9, 12 ഭാവങ്ങൾ വളരെയേറെ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഈ 3 ഭാവങ്ങളും വളരെയധികം 5, 9, 12 ഭാവങ്ങൾ വളരെ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൽ നിന്ന് കരകയറേണ്ട ഒരു അവസ്ഥ, നമുക്കിതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് കരകയറാനുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ജാതകപ്രകാരം പ്രശ്നഭാഗപരമായി നമ്മൾ കണ്ടെത്തേണ്ട ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ 1, 5, 7, 11 ഭാവങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യം. കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കപ്പെടും. നമ്മുടെ സൽപ്പേരുകൾക്ക് ചീത്തപ്പേരുണ്ടായാൽ, നമുക്ക് മാനക്കേടുകൾ ഉണ്ടായാൽ, നമുക്ക് 1-ാം ഭാവം കൊണ്ട് സംഭവിക്കപ്പെടും. അതിനെ അതിജീവിക്കാൻ മാൻ പവർ, ഒരു വിൽ പവർ നമുക്ക് ഉണ്ടാകുമോ എന്നൊരു ഭാവം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അതുണ്ടെങ്കിൽ ഏത് വിഷയത്തെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി 2-ാമത്, നമുക്ക് 5-ാം ഭാവം, ഈ പൂർവ്വ സ്വത്ത്, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നമുക്ക് ലഭിക്കപ്പെടുക, ബുദ്ധി വൈഭവമുള്ള ഒരു വ്യക്തി നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുക, ശത്രുദോഷ ഭാഗഫലങ്ങളെ മാറ്റിക്കൊണ്ട് നമുക്ക് 5-ാം ഭാവം പ്രജ്ഞയും പ്രതിഭയോടും കൂടി നമുക്ക് വിജയിക്കാൻ സാധിക്കപ്പെടും. ഈ ഒരു ഭാവം ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. 7, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു ഫണ്ടറെ നമുക്ക് ലഭിക്കപ്പെടും. അത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ തൊഴിൽ മേഖലയോ നമുക്ക് രക്ഷപ്പെടാം. അത് നമുക്ക് അനുകൂലമാകുമോ എന്നൊരു ഭാഗം ചിന്തിക്കാം. അത് 11-ാം ഭാവം. ഇതൊക്കെ വന്നു ചേർന്നാലും ലാഭസ്ഥാനം, ഇതൊക്കെ നമുക്ക് പൂർത്തീകരിക്കപ്പെട്ട്
നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദിശ തെളിഞ്ഞു വരിക, അതിനുവേണ്ട പരിഹാരഭാഗം ഏത് തരത്തിൽ ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ ദൈവാരാധന കൊണ്ടാണോ, വ്രതശുദ്ധി കൊണ്ടാണോ, പൂജാതി കർമ്മങ്ങൾ കൊണ്ടാണോ, അതല്ല നമ്മുടെ ഒരു എഫേർട്ട് നമ്മൾ എടുത്താൽ, ഞാൻ ആദ്യം പറഞ്ഞു വിൽ പവർ നമുക്കുണ്ട്, ആ എഫേർട്ടിനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് ചാടിയാൽ, 11ാം ഭാവം ലാഭസ്ഥാനാധിപത്യ ഭാഗം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചാടിയാൽ തീർച്ചയായും നമുക്ക് ആ വിജയം കൈവരിക്കപ്പെടാൻ സാധിക്കും. തൊഴിൽ മേഖലയെ നമുക്ക് വേണ്ട പരാജയങ്ങളെ മാറ്റി നിർത്തി നമുക്കൊരു മുൻവിധി പോലെ നമുക്ക് വേണ്ട ഒരു സ്ഥാനത്തേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കപ്പെടുന്ന ഒരു ഭാഗം 11ാം ഭാവം ചിന്തിക്കുക. അപ്പൊ ഇതൊരു പരിഹാരഭാഗപരം കൂടിയാണ് ഈ 11ാം ഭാവം. ലാഭസ്ഥാനാധിപത്യ ഭാഗത്തോടെ ചിന്തിക്കും. അവിടെ പരിഹാരത്തെ കൂടെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികപര, തൊഴിൽപരമായ, ബിസിനസ് സംബന്ധ ഒരു മേൽഗതി യോഗഫലം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മളൊരു തൊഴിൽ മേഖലയെ നമ്മൾ അഭിമുഖീകരിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല, തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വളരെ മുൻപേറാൻ സാധിക്കും. സാമ്പത്തികപരമായ, തൊഴിൽപരമായ ഒരു സന്തോഷം, പ്രത്യേക സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കപ്പെടും എന്നുള്ളതാണ് ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.